എല്ലായിടത്തും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന പാർട്ടിയാണ് ബി ജെ പി. പ്രത്യേകിച്ച് അമിത്ഷാ ഇതിൻ്റെ ഒരു കുലപതി തന്നെയാണ്. ആ സർജിക്കൽ സ്ട്രൈക്ക് വിജയത്തിലെത്തുകയും ചെയ്യും. ഈ അടുത്ത സമയത്ത് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനം അമിത്ഷാ ആയതുകൊണ്ട് തന്നെയാണ് ജനങ്ങളത് ഗൗരവത്തിൽ എടുത്തിരിക്കുന്നത്. ജനങ്ങളും താഴെത്തട്ടിലുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരും എല്ലാം വളരെ അതീവ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ്. കേരളത്തിലെ മറ്റ് മുന്നണികളെ അങ്കലാപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രഖ്യാപനവുമാണ് നടത്തിയത്. ആ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം ചില ചുവടുവയ്പ്പുകൾ കൂടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കരുക്കൾ നീക്കി മുമ്പോട്ടു പോകണം, ഓരോ ഘട്ടം കടക്കുമ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധി ബി ജെ പിക്ക് കേരളത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ, ഇതിനെ എങ്ങനെ അതിജീവിക്കാം? ഇനിയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം ബി ജെ പിയെ ഭയക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികളും. അതുകൊണ്ട് ബി ജെ പിക്ക് വിഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നണികൾ ഇറങ്ങും എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്തായാലും 2026 ഏത് മുന്നണി കേരളത്തിൽ ഭരിക്കാൻ വന്നാലും കേരള നിയമസഭയിൽ ബി ജെ പി നിർണായകമായ ശക്തിയായി നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അമിത്ഷാ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 ഇടങ്ങളിൽ ബി ജെ പി 1ാം സ്ഥാനത്താണ് നിന്നത്. ഇവിടം ആണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് പ്രമുഖ നേതാക്കളെയാണ് ബി ജെ പി മത്സര രംഗത്തേക്ക് ഇറക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ പട്ടികയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു 6 പേരുടെ പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ നിന്ന്. ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ ഒരു തീപ്പൊരിയായിട്ട് നിൽക്കുന്ന, എവിടെ മത്സരിച്ചാലും അവിടെ ഒരു ഇളക്കം സൃഷ്ടിക്കുന്ന, ബി ജെ പിക്ക് താഴെ തട്ടിൽ ഒരടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ 2016 പാലക്കാട് നിയമസഭയിൽ മത്സരിച്ചു. അതിനുശേഷം 2019 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ, കൂടാതെ 2021 കഴക്കൂട്ടം മണ്ഡലത്തിൽ, 2024 ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും ഈ ഓരോ ഇടങ്ങളിലും മത്സരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ബി ജെ പി നേടിയ വോട്ടിനേക്കാൾ അത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ തന്നെ ഒരുപക്ഷെ KC വേണുഗോപാൽ അല്ലായിരുന്നു എങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് ഇന്ന് പാർലമെന്റിൽ എത്തിയതിന് ബി ജെ പിക്ക് ഒരു MP കൂടി കേരളത്തിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. അവിടെ 2,99,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. അപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കായംകുളം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്താണ്. എന്തിന്, ഹരിപ്പാട് മണ്ഡലത്തിൽ പോലും, രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ പോലും ബി ജെ പി 2ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അത് ചെന്നിത്തലയെ തന്നെ വല്ലാത്ത ഒരു അങ്കലാപ്പിൽ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കുമ്പോൾ രണ്ടാമത് വരുന്നത് ഈ അതിപ്രധാനമായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക. ബി ജെ പിക്ക് 2016 കൈനീട്ടം ലഭിച്ച നേമം മണ്ഡലത്തിൽ, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേമം നിയമസഭാ മണ്ഡലത്തിൽ വൻ ലീഡ് ഉയർത്തിയ രാജീവ് ചന്ദ്രശേഖർ, അവിടുത്തെ വാർഡുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ബി ജെ പി തന്നെയാണ് നേടിയിട്ടുള്ളത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ആ ഭാഗത്തുണ്ടാകും.
അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നതും BJP ആണ്. ഭരണത്തോടടുത്ത് നിൽക്കുകയാണ് BJP. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ആയിരിക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം നേമത്ത് മത്സരിക്കുക. അപ്പോൾ നേമത്തെ മത്സരം എന്തായാലും പൊടിപ്പാറുമെന്നുറപ്പാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ശിവൻകുട്ടി 6000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. ആ മണ്ഡലം തിരിച്ച് BJPക്ക് പിടിക്കുക എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെങ്കിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. എങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുരളീധരന് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കേന്ദ്ര സഹമന്ത്രി, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച് വളരെ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. 2016 മുരളീധരന് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വീണ്ടും കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അവിടെ 2ാം സ്ഥാനമാണ് BJP നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കുറിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രഗത്ഭരെയാണ് BJP ആദ്യമേ തന്നെ നിയമസഭയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും മുരളീധരനുമാണെങ്കിൽ 4ാമത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ RSS ബന്ധത്തോടുകൂടി നിൽക്കുന്ന MT രമേശിനെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ് മത്സരിപ്പിക്കുക. MT രമേശിനെ സംബന്ധിച്ചിടത്തോളം 16-ലും 21-ലും ഒക്കെ തന്നെ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തന്നെ പരിഗണിച്ചതാണ്. ഇപ്പോൾ BJPയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ് MT രമേശ്. MT രമേശിന് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. അത് അന്തിമ തീരുമാനമായിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ MT രമേശിനെ തൃശ്ശൂർ ജില്ലയിലോടെ നിർത്തുമ്പോൾ ഇനിയിപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് BJPയുടെ ക്രൈസ്തവ മുഖമായിട്ടുള്ള, ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാക്കിയെടുത്തിട്ടുള്ള, പിണറായിക്ക് എതിരെയും പിണറായി കുടുംബത്തിനെതിരെ അതിശക്തമായി നിലയുറപ്പിച്ചിട്ടുള്ള ഷോൺ ജോർജ് ആയിരിക്കും. ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിന് പ്രധാനമായിട്ടും BJP കാണുന്നത് കുട്ടനാട് മണ്ഡലമാണ്. അതുപോലെ തന്നെ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത് പൂഞ്ഞാർ മണ്ഡലമാണ്. ഷോൺ ജോർജിന് ഈ കുട്ടനാട് മണ്ഡലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈഴവ വിഭാഗത്തിലുള്ള വോട്ട് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഈഴവ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഏറെ നേടിയതാണ്. ഈ കുട്ടനാട് ആലപ്പുഴയിലും കോട്ടയത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അപ്പോൾ ഷോൺ ജോർജിന് ഇപ്പോൾ അവിടെ MLA ആയിരിക്കുന്നത് NCPയുടെ തോമസ് കെ തോമസ് ആണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഒരു കെട്ടുവള്ളത്തിൽ കയറാനുള്ള ആൾ പോലും ഇല്ലാത്ത പാർട്ടിയിൽപ്പെട്ട ആളാണ് അവിടുത്തെ MLA എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. എന്തായാലും ഷോൺ ജോർജിനെ അവിടെ ഇറക്കിക്കഴിഞ്ഞാൽ അത് ആ മണ്ഡലം പിടിച്ചടക്കാൻ കഴിയും എന്നാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. 6ാമത് വരുന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെ കൊണ്ടുവരാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അങ്ങനെ ഈ BJPക്ക് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പലപ്പോഴും 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. CPM 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ അല്ല മത്സരിക്കുന്നത് എന്ന് കോൺഗ്രസിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം മുരളീധരൻ അവിടെ വിശ്വാസം പോരാ. അപ്പോൾ BJPയുടെ കൃഷ്ണകുമാർ മത്സരിക്കാനാണ് ഏറെ സാധ്യത കാണുന്നത്. അപ്പോൾ 6 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, ഷോൺ ജോർജ്, MT രമേശ്, മുരളീധരൻ, കൃഷ്ണകുമാർ. അങ്ങനെ ഒരു ആദ്യ പട്ടികയാണിത്.
അപ്പോൾ വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് BJP നടത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.